Hi, I am Miss Lisa. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമുക്ക് ഓണത്തിൻ്റെ ഒരു പാട്ട് പഠിക്കാം. തിരുവോണപ്പുലരുതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ. അപ്പോൾ ആ പാട്ടിൻ്റെ സ്വരസ്ഥാനം ഏതാണെന്ന് നോക്കാം. രാഗം വന്നിട്ട് ആരഭി രാഗമാണ്. അതിൻ്റെ സ്വരസ്ഥാനം നമുക്ക് ഏത് സ്കെയിൽ പിടിക്കാമെന്ന് നോക്കാം. പിന്നെ അതിന് പറ്റിയ കോഡ്സ് നമുക്ക് ഏതാണെന്ന് നോക്കാം. പിന്നെ ബോർഡിൽ നമ്മൾ ഇന്ന് ബിയുടെ കോഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് അതും പഠിക്കാം. നമുക്ക് എല്ലാവർക്കും കീബോർഡിലേക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ ഈ പാട്ടിൻ്റെ സ്കെയിൽ ആദ്യം നോക്കാം. നമുക്ക് ഏത് സ്കെയിലിൽ നിന്ന് ഈ പാട്ട് ആരംഭിക്കുന്നത് നോക്കാം. ഇപ്പം നമ്മൾ ഇത് കണ്ടോ, നമ്മൾ വന്ന് ഈ പാട്ടിൻ്റെ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ വന്ന് നിന്നിട്ടാണ് പാട്ടിങ്ങനെ ആരംഭിക്കുന്നത്. ഇത്രയാണ് പല്ലവിയായിട്ട് വരുന്നത്. ഞാൻ പല്ലവിയായിട്ട് വരുമ്പോൾ നമുക്കിത് നോക്കാം. എങ്ങനെ ഇത്രയാണ് ഈ പാട്ടിനകത്തുള്ള കീസ്. ഇതിലാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ രാഗത്തിൻ്റെ സ്വരസ്ഥാനം നോക്കിയാലോ. അപ്പോൾ ഇത് വന്ന് ആരഭി എന്ന രാഗത്തിലാണ് ഈ പാട്ട് വരുന്നത്. അപ്പോൾ സ്കെയിൽ നമ്മൾ മിസ് പറയും. ഇത് എ മൈനർ സ്കെയിലാണ് ഈ പാട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം ഇവിടെ ആരംഭിക്കുന്നെങ്കിൽ ഇവിടെ ഒരു ഹമ്മിങ് ഉണ്ടല്ല, ഇങ്ങനെ ഒരു ഹമ്മിങ് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഹമ്മിങ് പോയി നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്നുള്ള പാട്ട് എടുക്കുന്നത് ഇവിടെ നിന്നാണെങ്കിലും ഇതിൻ്റെ ലാൻഡിങ്ങിലോട്ട് വന്ന് തീരുന്നത് മെഷ് കാണിച്ചു തരാം. അപ്പം എ മൈനസ് സ്കെയിലാണ് ഈ പാട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം എ മൈനസ് സ്കെയിലിൻ്റെ സ്കെയിൽ അങ്ങനെ പോകും. ഇത് കണ്ടോ, എയിൽ ആരംഭിക്കും. ഇത് എടുക്കുന്നത് കൊണ്ട് എ മൈനർ ആയതുകൊണ്ട് ഇത് സി മേജർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് കണ്ടോ, ലാൻഡ് ചെയ്യുന്ന ഇവിടെ നോക്കും എന്താ, എന്താ. അപ്പം ഈ പാട്ട് ആരംഭിച്ചതും എയിലാണ്, അവസാനിക്കുന്നതും എയില്ല, ശരണം വന്ന് നിൽക്കുന്നതും എയില്ല. അപ്പം അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ഇത് എ മൈനസ് സ്കെയിലാണ്. അപ്പോൾ എ മൈനസ് സ്കെയിൽ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? സി മേജറിൽ നിന്ന് 3 സെമിറ്റോൺ താഴെ വന്നപ്പോൾ എ മൈനറായി. ഇതിൻ്റെ സി മേജറിൻ്റെ റിലേറ്റീവാണ് എ മൈനസ് സ്കെയിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പാട്ടിൻ്റെ സ്കെയിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എ മൈനറിലാണ് ഈ പാട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് രാഗം നോക്കണ്ടേ, രാഗത്തിൻ്റെ സ്വരസ്ഥാനം നോക്കണ്ടേ. രാഗത്തിൻ്റെ സ്വരസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ ഇത് ആരഭി രാഗമാണ്. അപ്പോൾ ആരഭി രാഗത്തിലെ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ഗാന്ധാരം വരുന്നില്ല കേട്ടോ, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം വന്നു കഴിഞ്ഞാൽ നിഷാദം
അവിടെ വരുന്നില്ല, നിഷാദം ഇല്ല കേട്ടോ. അപ്പം മിസ് ഒന്നുകൂടി കാണിച്ചു തരാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, നിഷാദം ഇല്ല, ഷഡ്ജം. പക്ഷേ ഇത് തിരിച്ച് അവരോഹണം വരുമ്പോൾ എങ്ങനെയാ വരുന്നതെന്നറിയാവോ? ഇതെല്ലാം വരുന്നുണ്ട്. ഷഡ്ജത്തിൽ നിന്ന് കാകളി നിഷാദത്തിൽ കയറും, ചതുശ്രുതി ദൈവതം വരും, പഞ്ചമം വരും, ശുദ്ധ മധ്യമം വരും, അന്തരകാന്താരം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം. അപ്പൊ ഇത് ശങ്കരാഭരണത്തിന്റെ ജന്യരാഗമാണ്. 29ാമത് മേളകർത്ത രാഗമാണ് ശങ്കരാഭരണം രാഗം. അപ്പൊ ധീരശങ്കരാഭരണം എന്നാ പറയുന്നത്. ശങ്കരാഭരണ രാഗത്തിന്റെ ജന്യരാഗമാണ് ഈ ആരഭ്യ എന്ന രാഗം. ഈ രാഗത്തിലാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് നിങ്ങൾ എങ്ങനെ എടുക്കും? ഇപ്പൊ മിസ് ഇങ്ങനെ ഓടിച്ചിട്ട് വായിച്ച് കാണിച്ചല്ലേ. മിസ് നിങ്ങൾ എടുക്കുമ്പോഴേ ഇതിന്റെ വന്ന് ഇങ്ങനെ എടുക്കണം. ഇവിടെ ഒരു ഹമ്മിങ് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വാണിയമ്മ പാടിയിരിക്കുന്ന പാട്ട്. അപ്പോൾ ആ ഹമ്മിങ്, പക്ഷെ മിസ് ഇങ്ങനെ ഏകദേശം ഒരു രൂപം മിസ് എടുത്ത് കാണിച്ചാൽ നിങ്ങൾ ആ പാട്ട് കേട്ടുകൊണ്ട് ശരിയായ രീതിയിൽ കറക്റ്റായിട്ട് എവിടെയെങ്കിലും ഒരു നോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കണം കേട്ടോ. ഇത് ബിഗിനേഴ്സിനുള്ള ക്ലാസ്സാണ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്താൽ ബിഗിനേഴ്സിന് ഇങ്ങനെയൊക്കെ പിടിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് മിസ് ഇങ്ങനെ ബിഗിനേഴ്സിനുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നിട്ട് ഇപ്പം നമ്മൾ ഷഡ്ജം ഇവിടെ ആരംഭിച്ചില്ലേ, പക്ഷെ നമ്മൾ ഈ പാട്ടിലെ ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. 2 കട്ട എന്ന് പറയും. 2ാമത്തെ കട്ടയിലാണ് പാട്ട് ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എടുക്കുമ്പോൾ എന്താ ചെയ്യുക? പാട്ട് ആരംഭിക്കുന്ന വെച്ചെന്നാൽ ഈ തിരുവോണ പുലരി ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് മിസ് ഇവിടെ നല്ല ഇവിടെ തിരക്കുമ്പോൾ ഒത്തിരി താഴ്ന്ന് ലോ ആയിപ്പോൾ കണ്ട, ഒത്തിരി ലോ ആയി പോകുന്ന കണ്ട. അപ്പോൾ സൗണ്ട് ഒത്തിരി താഴ്ന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇത് വരെ ഇങ്ങനെ വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴേ നമ്മളിവിടെ വരുമ്പോൾ ഇതാണ് നമ്മൾ ഷഡ്ജമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഷഡ്ജം ഇത് ചതുശ്രുതി ഋഷഭമായിട്ട് വരും. ഇത് ഗാന്ധാരം ഇല്ലെന്ന് പറഞ്ഞല്ലോ മിസ് അല്ലേ. ഇത് വന്ന് ശുദ്ധ മധ്യമമായിട്ട് വരും, ഇത് പഞ്ചമമായിട്ട് വരും, ഇത് വന്ന് ചതുശ്രുതി ദൈവതമായിട്ട് വരുന്ന ഈ നോട്ടാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴേ ഇങ്ങനെ വേണം എടുക്കാൻ. അപ്പം എങ്ങനെ എടുക്കും നിങ്ങളിപ്പോൾ? ആ ഹമ്മിങ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം. എന്താ ഇങ്ങനെ വന്ന് നിന്നിട്ട് പിന്നെ അപ്പോൾ നിങ്ങൾ ഈ 2 സ്വരത്തിൽ കൈ വയ്ക്കാതെ കണ്ട് ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാൻ പറ്റും. ഹമ്മിങ് നിങ്ങളിപ്പോൾ ഹമ്മിങ് എടുക്കണ്ടെന്ന് വെച്ചാൽ ഈ ഹമ്മിങ്ങിന് ഇങ്ങനെയാണ് പോകുന്നത്. ഹമ്മിങ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ പിന്നെ തിരുവോണ പുലരി ഇങ്ങനെ വരുന്നത് കേട്ടോ. ഡി ആണ് ഡി. എന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഹമ്മിങ് നല്ലൊരു ഹമ്മിങ് ഉണ്ട് കേട്ടോ. വാണിയമ്മ നല്ല മനോഹര ഹമ്മിങ് എടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സിന് അത് എടുക്കാൻ ഇച്ചിരി ഇത് തോന്നുമായിരിക്കും. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അനുപല്ലവിയും ശരണവും ഒരുപോലെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മിസ് അനുപല്ലവി എടുത്ത് കാണിച്ചാൽ എൻ്റെ ഇതാ അതെ. ഇങ്ങനെയാണ്. ഇത്രേ ഉള്ളൂ. ഉണ്ട് പാട്ട് ലാൻഡ് ചെയ്ത് എവിടെയാണെന്ന് നോക്കി എയിൽ ആരംഭിച്ചല്ലേ. ലാൻഡ് ചെയ്തതും ഇവിടെ തന്നെയാണ്, ആരംഭിച്ചത് ഇവിടെ തന്നെ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ഇത് A- സ്കെയിലാണ്. അപ്പം നിങ്ങൾ കൊച്ചു കുട്ടികൾ ഇതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് പിടിച്ചു നോക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പാട്ടിൻ്റെ. ഇത് വളരെ എളുപ്പമായിട്ട് എടുക്കാൻ പറ്റിയ പാട്ട്. ഇവിടം വരെ ഉള്ളു ഇതിൻ്റെ ലെന്ത് കേട്ടോ. വളരെ ചെറിയ ഒരു ഇതിലാണ് പാട്ട് വന്നിരിക്കുന്നത്. പക്ഷേ കുറച്ച് ഹമ്മിങ് എല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാൻ ഇച്ചിരി പ്രയാസം തോന്നുമായിരിക്കും. അതിങ്ങനെ എടുത്ത് നോക്കുക. പതുക്കെ പഠിക്കുക. ഇത് പഠിക്കാനുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് പതുക്കെ പഠിക്കുക. ഇത് പഠിച്ചെടുക്കുക. നമ്മൾ ഇനി ഇതിൻ്റെ കോഴ്സ് എങ്ങനെ എടുക്കും? നമ്മൾ ഇത് കണ്ടോ, നമ്മൾ ഡി ഉപയോഗിച്ചു, ഇ ഉപയോഗിച്ചല്ലേ. ഈ 3 നോട്ട് നമ്മൾ എടുത്തായിരുന്നു. ഈ 5 സ്വരത്തിൽ തന്നെ ഈ പാട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഏതൊക്കെ കോഴ്സ് പഠിക്കാൻ പറ്റും നമുക്ക്? നമ്മൾ വന്ന് ഇപ്പോൾ ഇ ഉണ്ടായിരുന്നു,
പക്ഷെ നമുക്ക് സിയും കൂടി ചേർത്ത് നമുക്ക് എ മൈനർ കോഡ് പിടിക്കാം. കാര്യം എയിലാണല്ലോ ഈ പാട്ട് ഇരുന്നത്. പിന്നെ നമുക്ക് എന്താ A7 എടുക്കാം. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഈ നോട്ട് കൈ എടുത്തുകൊണ്ട് ഇത് രണ്ടും കൂടി പഠിച്ചാൽ A11 ആവും. കണ്ടോ? പിന്നെ നമുക്ക് വന്നിട്ട് ജി മേജർ എടുക്കാൻ പറ്റും. കണ്ടോ? ഇത് നമുക്ക് സി മേജറും പിടിക്കാൻ പറ്റും. ഇത്രയും കോഴ്സുകളൊക്കെ നമുക്ക് ഈ പാട്ടിന് എടുക്കാൻ പറ്റിയ കോഴ്സ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരിശ്രമിക്കുക. ചെറിയ ഒരു പാട്ടായിട്ട് ഒരു ക്ലാസ്, ചെറിയ കുട്ടികൾക്കുള്ള ക്ലാസ്സായിട്ട് നിങ്ങൾ എടുക്കുക. ഒന്നുകൂടി ഇങ്ങനെ ഓരോ ഫിംഗർ വെച്ച് കാണിച്ചതിൻ്റെ ആവശ്യമില്ല. ഇത് വളരെ മനോഹരമായിട്ട് ചെറിയ പാട്ടല്ലേ. അപ്പം നമ്മൾ വന്ന് ബിയുടെ കോഴ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബി മേജർ, നമ്മൾ എ മേജർ എയുടെ കോഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ 48 കോഴ്സ് മിസ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് 48 കണ്ടവർ ആരുണ്ടൊക്കെ എന്താ അറിയത്തില്ല, കാണാത്തവരെല്ലാം ഇത് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബിയിലേക്ക് വന്ന് ബി മേജർ കോഡ് നമ്മൾ കാണിക്കുക. ബി മേജർ കോഡ് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ എയുടെ 48 കോഴ്സും പഠിച്ചവർ ഈ ബിയിലേക്ക് കയറി കണ്ട ബി മേജർ കോഡ് ഇതാ. എഫ് ഷാർപ്പ്, ഡി ഷാർപ്പ് എന്നതിന് പറഞ്ഞത്, ഈ ഫ്ലാറ്റ് അല്ല, ഡി ഷാർപ്പ്, പിന്നെ ബി. ഇതേ സമയത്ത് നമ്മൾ ബി മൈനർ ആണെങ്കിൽ എന്ത് ചെയ്യും? നേരെ ഈ ബി ഫ്ലാറ്റ് എടുത്ത് താഴേക്ക് വെക്കുക, ബി മൈനർ. അപ്പോൾ ബി മൈനർ, ബി മേജർ, ബി മൈനർ, ബി മേജർ. ഇത് പഠിക്കാം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ പാട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചൊന്ന് നിങ്ങൾക്ക് ഓണത്തിൻ്റെ ചെറുത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മിസ് ഒരു പോർഷൻ എടുത്തപ്പോൾ അനുപല്ലവിൽ ഇവിടെ ഒരു പീസ് കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തുണ്ട് ഒരു പീസ് ഇടാൻ വേണ്ടി മിസ് ഇപ്പോൾ രണ്ടാമത് എടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ? ഇപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു പോർഷൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മിസ് ഷൂട്ട് ചെയ്ത സമയത്ത് ഇത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംശയം തോന്നും, അതെന്താ മിസ് ആ ഒരു പാട്ടിൻ്റെ കംപ്ലീറ്റ് അവിടെ വന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ബിയുടെ കോഡ്സ് ഇന്ന് ആരംഭിക്കുക 1-ൽ. ഇപ്പോൾ 48 കോഡ്സ് വരും കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ബി മേജർ കോഡാണ്. അപ്പോൾ ബി മേജർ കോഡ് എടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ഡി വന്ന് ഷാർപ്പായിട്ട് വരും. അപ്പോൾ ഡി ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഇയുടെ ഫ്ലാറ്റാണെന്നറിയാം അല്ലേ. പക്ഷേ നമ്മൾ ഈ ഫ്ലാറ്റ് ഒന്നും ഇവിടെ പറയരുത്, ഇത് ഡി ഷാർപ്പായിട്ട് പറയാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ബി വന്ന് തേർഡ് ഫിംഗർ ബിയിൽ വയ്ക്കുക, എഫ് ഷാർപ്പിൽ 5th ഫിംഗർ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരുന്നത് ഇതാണ് എഫ് ഷാർപ്പ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇത് വന്ന് ബി ലൈനിൽ കൂടി കയറി വന്നു. ഇത് ഡി ഇവിടെയാണ് കേട്ടോ, ഡി ഷാർപ്പ്. പക്ഷേ ബി മൈനറിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടുന്ന് ഒരു ഷാർപ്പ് അങ്ങ് പോയല്ലേ. ഡിയുടെ ഷാർപ്പ് ഇവിടെ ഇല്ല. എഫിന് ഷാർപ്പുണ്ട്, എഫ് ഷാർപ്പും ബിയും അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഡി വന്ന് ചേഞ്ച് ആയല്ലേ. ഡി ഷാർപ്പ് എന്നുള്ളത് നാച്ചുറൽ ഡിയിലേക്ക് വന്നു. അപ്പം നാച്ചുറൽ ഡിയിൽ വന്നപ്പോൾ അത് മൈനറായി. അപ്പം മേജറിൽ നിന്ന് മൈനറിലേക്ക് മാറുന്നതിന് ഒരേ ഒരു സെമിറ്റ്യൂൺ ചേഞ്ച് ആയല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം. അപ്പോൾ ഇത് വന്ന് ബി മേജർ, ഇത് ബി മൈനർ. അപ്പോൾ നിങ്ങൾ ഡി ഷാർപ്പിൽ പിടിച്ചാൽ അത് ബി മേജറായിട്ട് മാറും. ഷാർപ്പിൽ നിന്ന് എടുത്ത് നേരെ താഴേക്ക് കൈവച്ച് നാച്ചുറലിലേക്ക് കൈവച്ചെന്ന ഒരു സെമിറ്റോൺ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ അത് ബി മൈനറായിട്ട് മാറി. ഇത്രയാണ് പറ്റി പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. സംശയമുള്ളവർ മിസ്സിനെ വിളിക്കണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മിസ് ഷൂട്ട് ചെയ്ത സമയത്ത് ചെറിയ ചെറിയ കറക്ഷൻസ് വന്നിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുക, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് മിസ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ പാട്ട് നിങ്ങൾ കേട്ടുകൊണ്ടെടുക്കുമ്പോൾ ചെറിയ ചെറിയ സംഗതികളും ചെറിയ ചെറിയ കീസൊക്കെ മിസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് ഇതിൻ്റെ അകത്താണ്, ഈ സ്വരത്തിലാണ് ഈ പാട്ടിരിക്കുന്നത്, എന്നിട്ട് രാഗം ഇതാണ്, സ്കെയിൽ ഇതാണെന്നൊക്കെ മിസ് പഠിപ്പിക്കുന്നതാണ് മിസ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ പെർഫെക്ഷൻ ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി കറക്റ്റ് ചെയ്ത് പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾ കീയെ പിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് കേട്ടോ.